ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, इतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए भी मिल जाएगा. കേട്ടല്ലോ മോദി പറഞ്ഞത്. വിദേശത്ത് കിടക്കുന്ന കള്ളപ്പണമെല്ലാം തിരികെ കൊണ്ടുവന്ന് ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യക്കാരുടെ പോക്കറ്റിലും നിക്ഷേപിക്കുമെന്ന്. അങ്ങനെ 2014 ഓരോ ഇന്ത്യക്കാരുടെയും പോക്കറ്റിൽ 15 ലക്ഷം നിക്ഷേപിച്ച മോദിക്ക് ഇപ്പോൾ അതിലും വലിയ സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. 11 വർഷത്തിന് ശേഷം ഇപ്പോൾ കള്ളപ്പണം മുഴുവൻ തിരികെ കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരുടെയും പോക്കറ്റിൽ 2,55 ലക്ഷം രൂപ വീതം മോദി നിക്ഷേപിക്കാൻ പോവുകയാണ്. 140 കോടിയിൽ പരമുള്ള ഓരോ ഇന്ത്യക്കാരെയും കോടിപതികൾ ആക്കാൻ മോദിക്ക് ലഭിച്ച ഈ സുവർണ അവസരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മോദിയെ പോലെ ജനങ്ങളെ പറ്റിച്ച് മണ്ടന്മാരാക്കിയ വേറെ ഒരു നേതാവ് ലോകത്ത് ഒരിടത്തുമില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ പരിപൂർണ മണ്ടന്മാരാക്കി നിർത്തിയതിന്റെ ഫലമാണ് പരിപൂർണ പരാജയം ആയിട്ടുകൂടി 3ാം പ്രാവശ്യവും പ്രധാനമന്ത്രിയാകാൻ മോദിക്ക് സാധിച്ചത്. 2014 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് മോദി പറഞ്ഞത് കേട്ടുകൊള്ളൂ. मेरे कांकेर के भाइयों बहनों, मुझे बताइए, ये हमारी चोरी किया हुआ पैसा वापस आना चाहिए कि नहीं आना चाहिए? ये काला धन वापस आना चाहिए? ये चोर लुटेरों से एक एक रुपया वापस लेना चाहिए? इस रुपयों पर जनता का अधिकार है कि नहीं है? ये रुपया जनता के काम आना चाहिए? अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, इतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए भी मिल जाएगा. इतने रुपये ये हमारे एमपी साहब कह रहे थे रेलवे लाइन, कि काला धन वापिस आ जाए, जहां चाहो वहां रेलवे कर सकते. കാക്കേറിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എന്നോട് പറയൂ, നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ പണം തിരികെ കൊണ്ടുവരണമോ വേണ്ടയോ? വേണമെന്ന ആവേശത്തോടെ മന്ദഭക്തർ വിളിച്ചു കൂവുന്നു. ഈ കള്ളപ്പണം തിരികെ കൊണ്ടുവരേണ്ടേ? അപ്പോഴും വരണമെന്ന് ആർത്തലയ്ക്കുകയാണ് തലച്ചോറില്ലാത്ത മന്ദന്മാർ. ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഓരോ രൂപയും പിടിച്ചെടുക്കേണ്ടേ? വേണം എന്ന് മണ്ടന്മാർ. ഈ കള്ളപ്പണത്തിന് ജനങ്ങൾക്ക് അധികാരം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന് മന്ദഭക്തർ. ഈ കള്ളപ്പണം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണോ വേണ്ടയോ? വേണം. ഒരു പ്രാവശ്യം ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വിദേശ ബാങ്കുകളിലുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ ഓരോരോ പാവപ്പെട്ടവർക്കും ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപ വീതം ലഭിക്കും. അത്രയധികം കള്ളപ്പണമുണ്ട്. ഇവിടെ നമ്മുടെ MP പറഞ്ഞു റെയിൽവേ ലൈൻ വേണമെന്ന്. കള്ളപ്പണം തിരികെ കൊണ്ടുവന്നാൽ പറയുന്ന എവിടെ വേണമെങ്കിലും റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ സാധിക്കും. ഇതെല്ലാം കേട്ട് മതിമറന്ന് കൈയടിക്കുകയാണ് കുന്നിക്കുരുവിന്റെ അത്രയും പോലും തലച്ചോറില്ലാത്ത സംഖ്യകൾ. പക്ഷേ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അറിയണ്ടേ? സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. 2024 2021 3 ഇരട്ടിയായി വർദ്ധിച്ച് ഇപ്പോൾ 37,600 കോടി രൂപയായി മാറിയിരിക്കുകയാണ്. ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ജൂൺ 19 ഈ വാർത്തയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യൻ ഫണ്ടുകളാണ് 3 ഇരട്ടിയായി വർദ്ധിച്ച് 37,600 കോടി രൂപയിൽ 2024 എത്തി നിൽക്കുന്നത്. അതായത് നിക്ഷേപിച്ചവർ ആരാണ് എന്ന് പുറംലോകം അറിയാത്ത ഫണ്ടുകളാണ് 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തി നിക്ഷേപങ്ങൾ വെറും 11% മാത്രമാണ് വർദ്ധിച്ചത് എന്ന് ഓർക്കണം. അപ്പോൾ കള്ള അക്കൗണ്ടിലുള്ള പണം 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യക്കാരുടെ കള്ളപ്പണം മാത്രമാണ്. മോദി ഈ കളി തുടങ്ങിയിട്ട് വർഷം 16 16 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2009 ഏപ്രിൽ 11 മോദി ചെയ്ത ചീറ്റാണ് ഇത്. സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യൻ കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിന് വോട്ട് ചെയ്യുക. അതിനുവേണ്ടിയുള്ള ദേശീയ ക്യാമ്പയിനിൽ narendramodi.in/polls-ൽ പങ്കെടുക്കുക. 2009 തുടങ്ങിയതാണ് കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാനുള്ള മോദിയുടെ ക്യാമ്പയിൻ. പിന്നീട് 2014 ലോക്സഭാ ഇലക്ഷൻ പ്രചാരണ സമയത്ത് മോദി ചെയ്ത ട്വീറ്റാണ് ഇത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിന് മടിക്കുന്നത്? കാരണം അവർക്കറിയാം അത് ആരുടെ കള്ളപ്പണം ആണെന്ന്. വിദേശത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഓരോ പൈസയും NDA ഗവൺമെന്റ് തിരികെ കൊണ്ടുവരും. അതിനുശേഷം മോദി അധികാരത്തിലെത്തി
വിദേശത്തിരിക്കുന്ന ഓരോ പൈസയും തിരികെ കൊണ്ടുവന്ന് നിങ്ങളുടെ പോക്കറ്റിൽ നിക്ഷേപിച്ചത് ഇതുവരെ ചെലവഴിച്ച് തീർത്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ മോദി 2014 അധികാരത്തിൽ വരുന്നതിനു മുൻപ് മറ്റൊരു പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. आप मानते हैं कि हमारे देश में काला धन है? ऐसे नहीं, जोर से बोलो। आप मानते हैं कि विदेशी बैंकों में हिंदुस्तान का काला धन है? आप मानते हैं कि देश के कुछ चोर लुटेरों ने विदेशी बैंकों में हमारा पैसा जमा किया है? आप मानते हैं कि वो रुपये वापस आने चाहिए? दुनिया के किसी भी देश में हिंदुस्तान का पैसा रखा गया है, पाई पाई वापस लानी चाहिए कि नहीं लानी चाहिए? काला धन वापस लाना चाहिए कि नहीं लाना चाहिए? आप तो हाँ ही कहोगे ना, आपका क्या जाता है? आप ना क्यों करोगे मुझे बताओ? आप मना क्यों करोगे? आप हाँ कह रहे हैं क्योंकि आपका एक भी पैसा वहां नहीं है। ना कौन कह रहे हैं? ना कौन कह रहे? क्यों कह रहे? क्यों कह रहे? उन्हीं के पैसे हैं और उन्हीं से मिली भगत करने वालों के पैसे हैं। भाइयों बहनों, मैंने ठान के रखी है, अगर आप मुझे आशीर्वाद देंगे, मौका देंगे, मैं पाई पाई वापस लाऊंगा। നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം ഉണ്ട് എന്ന്? മണ്ടന്മാരായ ആളുകൾ അപ്പോൾ ഉണ്ട് എന്ന് വലിയ ആവേശമില്ലാതെ പറയുമ്പോൾ ഒരു വികടൻ ചിരിയും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പോരാ, വളരെ ഉച്ചത്തിൽ പറയൂ എന്ന്. അത് കേട്ട് ഭക്തർക്ക് ആവേശം അണപൊട്ടുകയാണ്, അലറി പറയുകയാണ് ഉണ്ടെന്ന്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ വിദേശ ബാങ്കുകളിൽ ഇന്ത്യക്കാരുടെ കള്ളപ്പണം ഉണ്ട് എന്ന്? ഇവിടെയും ഉണ്ട് എന്ന് തലച്ചോറില്ലാത്തവർ അലമുറയിടുന്നു. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ രാജ്യത്തെ കള്ളന്മാരും കൊള്ളക്കാരും വിദേശ ബാങ്കുകളിൽ കള്ളപ്പണം കൂട്ടിയിട്ടിട്ടുണ്ടെന്ന്? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ ആ പൈസയെല്ലാം തിരികെ വരണമെന്ന്? ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിൽ ഇന്ത്യയുടെ പണം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പൈസയില്ലാതെ തിരികെ കൊണ്ടുവരേണ്ടേ? പിന്നെ വേണ്ടയെന്ന് മണ്ടന്മാർ. കള്ളപ്പണം തിരികെ കൊണ്ടുവരണോ വേണ്ടയോ? നിങ്ങൾ വേണമെന്നല്ലേ പറയുകയുള്ളൂ ഇതിനെല്ലാം? നിങ്ങൾ വേണമെന്ന് പറയുന്നതിന് കാരണം നിങ്ങളുടെ ഒരു രൂപ പോലും അവിടെയില്ല. അത് കേട്ടുള്ള മന്ദഭക്തന്മാരുടെ ആത്മനിർവൃത്തി കേൾക്കേണ്ടത് തന്നെയാണ് അല്ലേ? അത് വേണ്ട എന്ന് പറയുന്നത് ആരാണ്? കോൺഗ്രസ് എന്ന് മണ്ടന്മാർ അലമുറയിടുന്നു. വളരെ സന്തോഷമാകുന്നു. കോമാളി ചിരിയും ആംഗ്യങ്ങളും കാണിച്ച് മുൻപിലിരിക്കുന്ന മന്ദന്മാരെ ആത്മനിർവൃത്തി കൊള്ളിക്കുകയാണ്. കള്ളപ്പണം തിരികെ കൊണ്ടുവരരുതെന്ന് പറയുന്നത് ആരാണെന്ന് 4-5 പ്രാവശ്യം ചോദിച്ച് ആളുകളെ പുളകം കൊള്ളിക്കുകയാണ്. അവരുടെ പണമാണ് ഈ കള്ളപ്പണം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇങ്ങനെ ഇവരെ മണ്ടന്മാരാക്കി നിർത്തിക്കൊണ്ട് ആണ് കാട്ടുകൊള്ളക്കാരായ ഇവരെ രാജ്യം ഭരിക്കാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ബാബ രാംദേവ് എന്ന് പറയുന്ന കാട്ടുകള്ളനും മോദി ഇപ്പോൾ കള്ളപ്പണമെല്ലാം കൊണ്ടുവരുമെന്നും പെട്രോളിന്റെ വില 40 രൂപയാക്കും എന്നും ഗ്യാസ് സിലിണ്ടറിന്റെ വില 200 രൂപയാക്കും എന്നും മന്ദഭക്തരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. 2014 ഏപ്രിൽ 2-ന് ഫ്രോഡ് ബാബ രാംദേവ് ചെയ്ത ചീറ്റാണ് ഇത്. മോദി രാജ്യത്തെ അഴിമതി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ വിദേശങ്ങളിലുള്ള കള്ളപ്പണവും തിരികെ കൊണ്ടുവരും. കാട്ടുകള്ളൻ അദാനിയുടെ NDTV കൊടുത്തിരിക്കുന്ന ന്യൂസ് കണ്ടോ? സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യൻ മണി ബാങ്കിങ് ഫണ്ടുകളുടെ കാര്യത്തിൽ 3 ഇരട്ടി ആയിരിക്കുകയാണ്. 2021 ശേഷമുള്ള ഏറ്റവും വലിയ തുകയാണ് ഇത്. എന്നാൽ വ്യക്തിഗത അക്കൗണ്ടുകളിൽ ഉള്ള തുക വെറും 11% മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. അത് മൊത്തമുള്ള കള്ളപ്പണത്തിന്റെ വെറും 10% മാത്രമാണ്. ഇവിടെ 2018 ജൂലൈ 25-ന് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ബിസിനസ് സ്റ്റാൻഡേർഡിലെ ഒരു വാർത്തയും കാണിച്ചുകൊണ്ട്. സ്വിസ് ബാങ്കിലെ കള്ളപ്പണം ഗവൺമെന്റ് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. 2013-ൽ 2648 കോടി രൂപയായിരുന്നത് 80% കുറഞ്ഞ് 2017 ആയപ്പോഴേക്കും 524 കോടിയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2017-ൽ വെറും 524 കോടി രൂപയുടെ കള്ളപ്പണം മാത്രമായിരുന്നു ഇന്ത്യക്കാരുടേതായി സ്വിസ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കണക്കനുസരിച്ച് 2014-ൽ ഉണ്ടായിരുന്നത് 2234 കോടി രൂപ മാത്രമായിരുന്നു. അതാണ് 2024 ആയപ്പോഴേക്കും, അതായത് 10 വർഷം കൊണ്ട് 17 ഇരട്ടിയായി വർദ്ധിച്ച് 37,600 കോടി രൂപയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2014-ൽ മോദി വാഗ്ദാനം ചെയ്ത 15 ലക്ഷത്തിന്റെ 17 ഇരട്ടി, അതായത് ഓരോ ഇന്ത്യക്കാരന്റെയും പോക്കറ്റിൽ 2,55,00,000 രൂപ, അതായത് 2.5 കോടിയിലധികം രൂപ നിക്ഷേപിക്കാനുള്ള അവസരമാണ്
മോദിക്ക് വന്നിരിക്കുന്നത്. ഇത് സ്വിസ് ബാങ്കിൽ മാത്രമുള്ള കള്ളപ്പണമാണ്. കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ മോദിയുടെ കീഴിൽ വിദേശത്തുള്ള കള്ളപ്പണം 17 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. 2019 ജനുവരി 8 നരേന്ദ്രമോദി പറഞ്ഞതാണ് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 6.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും ആ വിവരം കിട്ടിയില്ല എന്നാണ് എന്റെ ചോദ്യം. സംഘികളുടെ കള്ളപ്പണമാണ് ഭൂരിപക്ഷവും സ്വിസ് ബാങ്കിൽ ഉള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ജനങ്ങളെ അതിനാൽ ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് ആവേശം കൊള്ളിച്ച് അവരുടെ വോട്ടുകൾ നേടി, എന്നിട്ട് അങ്ങനെ അധികാരം വഴി ഉണ്ടാക്കിയ കള്ളപ്പണമെല്ലാം വിദേശത്ത് സംഭരിക്കുന്നു. മണ്ടന്മാരായ അത്താഴപ്പട്ടിണിക്കാരായ സംഖ്യകൾ ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല എന്ന് ഉറപ്പാണ്. 2017 എനിക്ക് 50 ദിവസം തരൂ കള്ളപ്പണം തിരികെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്നെ ജീവനോടെ കത്തിച്ചു കൊള്ളൂ എന്ന് തട്ടിവിട്ടയാളാണ് മോദി. മോദിക്കറിയാം മോദിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം വെറും മണ്ടന്മാരാണ്. അവരെ എന്തു പറഞ്ഞു വേണമെങ്കിലും പറ്റിക്കാം. എന്തു പറഞ്ഞാലും അവർ ഛർദ്ദിച്ചത് അതേപിടി വിഴുങ്ങിക്കൊള്ളും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലെങ്കിലും വിദ്വേഷം കൊണ്ട്, മതവെറി കൊണ്ട് അവർ വയറ് നിറച്ച് മോദിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന്. എങ്ങനെയാണാവോ ഇതുപോലെ വിവേകമില്ലാത്ത, തലച്ചോറില്ലാത്ത വലിയൊരു പറ്റം ജനതയെ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ മോദിക്ക് കഴിഞ്ഞത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു.